നമസ്കാരം. ഇന്ന് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് നേടിയ കുറച്ച് ഗുണപാഠങ്ങൾ നിങ്ങൾക്ക് പകർന്നു തരികയാണ്. താല്പര്യമുണ്ടെങ്കിൽ കേൾക്കാം. ഒരു പക്ഷേ നിങ്ങൾക്ക് ജീവിതത്തിൽ എവിടെങ്കിലും ഗുണം ചെയ്യും. പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക്, കുട്ടികൾക്ക് ഒക്കെ ഗുണം ചെയ്യാവുന്ന ഒരു വിഷയമാണ്. നിങ്ങൾ ഇന്നത്തെ മാധ്യമങ്ങളിൽ കണ്ട വാർത്ത കാണും. ചെങ്ങന്നൂരിന് സമീപം മാന്നാർ എന്ന് പറയുന്ന സ്ഥലം, ചെങ്ങന്നൂരും തിരുവല്ലയിൽ നിന്നും ഒരു മുക്കോണ് കോർണർ കയറി പോകുമ്പോഴാണ് മാന്നാർ എന്ന് പറയുന്ന സ്ഥലം, ഞങ്ങൾക്ക് അടുത്താണ്. ആ മാന്നാറിൽ 15 വർഷം മുൻപ് കാണാമറയത്ത് മാഞ്ഞുപോയ കല എന്ന് പറയുന്ന, അന്ന് പെൺകുട്ടിയായിരുന്ന, ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഉദ്ദേശം 35 വയസ്സ് വരേണ്ട ഒരു സ്ത്രീയായി മാറേണ്ടിയിരുന്ന ഒരു യുവതിയുടെ തിരോധാനം. മാധ്യമങ്ങളിലൂടെ വരുന്ന കഥകൾ അനുസരിച്ചാണെങ്കിൽ അവര് അന്ന് പ്രേമിച്ചാണ് അനിൽ എന്ന് പറയുന്ന ഒരു യുവാവുമായിട്ട് വിവാഹം നടത്തിയത്. ഒരു ലഘു വിവാഹം എന്ന് വേണേൽ പറയാം. മറ്റു വ്യാഖ്യാനങ്ങളുണ്ട്. അത് എൻ്റെ കാഴ്ചപ്പാടിന് നിരക്കാത്തതായതുകൊണ്ട് ഞാനത് എടുത്തു പറയുന്നില്ല. അങ്ങനെ വിവാഹശേഷം ഇയാള് ഗൾഫിന് പോവുകയും ആ സ്ത്രീ അവിടെ നാട്ടിൽ താമസിക്കുകയാണ് ചെയ്തു വന്നത്. അങ്ങനെ ഇരിക്കെ ഈ സ്ത്രീയെ മറ്റേതോ ഒരു പുരുഷനോടൊപ്പം എവിടെയോ വെച്ച് ആരോ കണ്ടു എന്നൊക്കെ പറഞ്ഞൊരു അഭ്യൂഹം, പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി. അതിന്റെ ശേഷിപ്പായിട്ട് ആ സ്ത്രീയെ കാണാതാവുകയുമാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അന്ന് മുതൽ ആ നാട്ടുകാര് പൊതുവെ കരുതിയിരുന്നത് ആ സ്ത്രീ പരപുരുഷനോടൊപ്പം ഒളിച്ചോടിപ്പോയതായിരിക്കും, ഏതെങ്കിലും നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ടായിരിക്കും എന്നൊക്കെയാണ്. പക്ഷേ ഈ സ്ത്രീയുടെ മാതാപിതാക്കൾ ഇതിനെപ്പറ്റി അന്വേഷിച്ചിട്ടേ ഇല്ല. കാരണമുണ്ട്. മകളൊരുത്തനെ പ്രേമിച്ച് അവൻ്റെ കൂടെ പോയി കഴിയുമ്പം പിന്നെ മാതാപിതാക്കള് നാച്ചുറലി അന്വേഷിക്കത്തില്ല, അന്വേഷിക്കാൻ പാടില്ല എന്ന് എനിക്കൊരു പക്ഷവും കൂടെ ഉണ്ട്. പോയത് പോയ വഴിയെ. വിഷയം അതൊന്നുമല്ല. അതിനുശേഷം കഴിഞ്ഞ 15 വർഷമായിട്ട് ഈ തിരോധാനത്തെ പറ്റി ആർക്കും യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം ആരോ ഒരു അഭ്യുദയകാംക്ഷി എന്ന് നമ്മൾ കൃത്യമായിട്ട് അങ്ങ് പറയണ്ട, ഏതോ ഒരു സോക്കേടുകാരൻ പോലീസിനൊരു ഉമക്കത്തയക്കുന്നു. അതിൽ ചില വിവരങ്ങൾ പറഞ്ഞതിൽ പ്രധാനം ഈ കല എന്ന് പറയുന്ന സ്ത്രീയുടെ തിരോധാനത്തെ പറ്റിയാണ്. അത് അവരെ കൊന്നത് 4 പേര് കൂടിയാണെന്നും അവരെ കുഴിച്ചിട്ടെന്നും ഒക്കെ പറഞ്ഞിട്ടാണ് ഈ ഊമക്കത്തി ചെല്ലുന്നതും. തുടർ നടപടിയുടെ ഭാഗമായിട്ട് അങ്ങനെ ഒരു വിഷയം കിട്ടിയാൽ പോലീസിന് കൃത്യമായ കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളത് എന്നതുകൊണ്ട് ഇന്നലെയും ഇന്നും അവരന്വേഷിച്ച് ഇന്ന് അവിടെ കുഴിമാന്തി പരിശോധന നടന്നു. കുറച്ച് തിരിശേഷിപ്പുകൾ കിട്ടി എന്നൊക്കെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സത്യാവസ്ഥയൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇതൊന്നുമല്ല. ഇത് ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ മാതിരി പറഞ്ഞതേ ഉള്ളൂ. ഇതൊന്നുമല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ ജീവിതത്തില്, നമ്മളുടെ പല പ്രായത്തില് ചെയ്തു കൂട്ടുന്ന ഒരുപാട് കർമ്മങ്ങളുണ്ട്. ഇതിൽ പല കർമ്മങ്ങളും ഒരുപക്ഷെ നിയമവിരുദ്ധമാകാം, അതല്ലെങ്കിൽ മറ്റ് ആളുകൾ അറിഞ്ഞാൽ നാണക്കേടുണ്ടാക്കാവുന്ന വിഷയങ്ങളാകാം. അങ്ങനെ പലവിധ വിഷയങ്ങളായിരിക്കും. പക്ഷേ അതാത് സമയത്ത് നമ്മൾ വിശ്വസിച്ച് നമ്മളോടൊപ്പം എന്ന് കാണുന്ന, നമ്മുടെ സുഹൃത്ത് എന്ന് പറയുന്ന, നമ്മുടെ ചെങ്ങും കരളും എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ കാമുകനും കാമുകി എന്ന് പറയുന്നവര് ഒക്കെ എല്ലാ വിഷയങ്ങളും വിവരങ്ങളും മനസ്സ് തുറന്ന് ഈ സഹജീവികളുമായിട്ട് പങ്കുവെക്കാറാണ് പതിവ്. അങ്ങനെ ഈ കലയുടെ ജീവിതം അവസാനിച്ച കാര്യം ഇവര് തന്നെ സുഹൃത്തുക്കളെല്ലാം കൂടെ കൂടിയിരുന്ന് മദ്യപിക്കുമ്പം ഇതിനകത്തൊരു 5-ാമൻ കൂടി വന്നു എന്ന് പറയുന്നു മദ്യപാന സദസ്സില്. അങ്ങനെ ഇവര് ഗീർവാണം ഇടുക എന്ന് പറയും. ഈ ഗീർവാണം കേട്ട് ഈ 5-ാമനാണോ കത്തെഴുതിയെന്ന് ഒരു സംശയം വരുന്നുണ്ട്. രണ്ടാമതൊരു സംശയം വരുന്നത്, ഈ കലയുടെ ഭർത്താവിന്റെ
രണ്ടാം ഭാര്യ പോലീസിനെ അറിയിച്ചു എന്നാണ് രണ്ടാമതൊരു വാദം. ഇതൊന്നും പോലീസ് സാധൂകരിച്ചിട്ടുള്ള വിഷയങ്ങളല്ല, അഭ്യൂഹങ്ങളാണ്. മാധ്യമങ്ങൾ പടച്ചുവിടുന്ന അഭ്യൂഹങ്ങളായി മാറാനും വഴിയുണ്ട്. എനിക്കതിലൊന്നും ഒരു ഉത്തരവാദിത്വം ഇല്ല. നമ്മളറിയേണ്ടത്, നമ്മൾ ചെയ്യുന്ന ഇത്തരം പ്രവൃത്തികൾ രഹസ്യ സ്വഭാവത്തോടു കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ പോലും നാളെ ഇതൊക്കെ നിയമത്തിന്റെ മുമ്പിൽ, ജനങ്ങളുടെ മുമ്പിൽ, മാധ്യമങ്ങളുടെ മുമ്പിൽ ഉയർന്നു വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പാടില്ല. അങ്ങനെ തള്ളിക്കളഞ്ഞ് നമ്മൾ ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോഴാണ് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് രാഷ്ട്രീയക്കാരുടെ കൊള്ളരുതായ്മകൾ. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, നമ്മളുടെ മുൻ പ്രധാനമന്ത്രി ദേവഗൌഡയുടെ മകന്റെയും അയാളുടെ മക്കളുടെയും ലൈംഗിക വൈകൃതങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചതും കൊണ്ടുവന്നതും അവരുടെ ഒരു അക്കാലത്തെ ഡ്രൈവറായിരുന്നു. പക്ഷേ കാലക്രമേണ കാലം മാറി, കളി മാറി. ഈ പറയുന്ന ഡ്രൈവർ എതിർപക്ഷത്തായപ്പം എല്ലാ തുണിയില്ലാത്ത സത്യങ്ങളും തുറന്നു പറഞ്ഞു. ഇന്ന് ദേവഗൌഡയുടെ കൊച്ചുമക്കള് അകത്താണ്. ഒരു ഉദാഹരണമാണത്. നിങ്ങൾ വിശകലനം ചെയ്ത് നോക്കണം. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ഞാൻ എൻ്റെ നാട്ടില് ഫാമിലി സംബന്ധമായ കൗൺസിലിങ്ങുകൾ ചെയ്യുന്ന സമയത്ത്, അന്നൊക്കെ ഒരുപാട് കേസ് കെട്ടുകൾ എൻ്റെ അടുത്ത് വരുമായിരുന്നു. ആണും പെണ്ണും എല്ലാം വരും. ആണും പെണ്ണും എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും. അതിൽ ഒത്തുതീർപ്പാക്കാൻ കഴിയും എന്നെനിക്ക് വിശ്വാസം ഉണ്ടാകുന്ന വിഷയങ്ങളിലൊക്കെ ഞാൻ ഇടപെടുമ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഭർത്താവ് കല്യാണം കഴിച്ചിട്ട് വന്നപ്പം ഭാര്യയോട് പറഞ്ഞെടി, ഞാൻ പണ്ട് ഇന്നാരുടെ കൂടെ പോയിട്ടുണ്ട്, വേറെ ഇന്നാരുടെ ഒക്കെ കൂടെ പോയിട്ടുണ്ട് എന്നൊക്കെ ഭർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഇയാൾ എൻ്റെ അടുത്ത് വരുന്നില്ല. അപ്പൊ എനിക്കൊരു സംശയം, ഇയാള് ആ വഴിക്കൊക്കെ പോകുന്നുണ്ടോ. അതൊക്കെ ഈ ഗീർവാണം വിടുന്ന സമയത്ത് ചിന്തിക്കാതെ പറഞ്ഞു പോകുന്നതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളുടെ നാട്ടിലെ 90% സ്ത്രീകളും രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ, അതീവ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ മിടുക്കരാണ്. അവരുടെ ചില രഹസ്യങ്ങള് തീ കത്തിച്ചാൽ പോലും പുറത്തു വരില്ല. അത് അവരുടെ ഒരു പ്രത്യേക കഴിവാണ്. പക്ഷെ അത് ഈ പുരുഷന്മാർക്കില്ല. പുരുഷന്മാർ പല സാഹചര്യങ്ങൾ വരുമ്പോഴും ഗീർവാണം അടിച്ചു വിടും. അങ്ങനെ ചെങ്ങന്നൂരെ ഒരു ഗീർവാണക്കാരനെ പറ്റിയിട്ട് ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു വലിയ ഗീർവാണക്കാരൻ പെണ്ണ് കേസിലൊക്കെ പെട്ട് നാരി കോഞ്ഞാട്ടിയായിരിക്കുന്ന ഒരു വലിയവനെ പറ്റി. അങ്ങനെ നമ്മുടെ നാടിന്റെ, നമ്മളുടെ ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ ഇത്തരം ഒരുപാട് ആളുകളെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് എനിക്ക് ഈ യുവാക്കളോടും കുട്ടികളോടും പ്രായമായവരോടും ഒക്കെ പറയാനുള്ള തുണിയില്ലാത്ത സത്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങൾ രഹസ്യ സ്വഭാവത്തോട് പാലിക്കണം എന്നുണ്ടെങ്കിൽ കുടിച്ച വെള്ളത്തിനെ അഥവാ ദൈവത്തെ പോലും വിശ്വസിക്കാൻ പാടില്ല. അങ്ങനെ വിശ്വസിച്ചു പോയാൽ ഒരുപക്ഷെ നാളെ നിങ്ങൾ ക്രിമിനൽ കേസിൽ പ്രതിയാകാം, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ കുടുംബജീവിതം തകരാം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ കടന്നു വരാം. അതുകൊണ്ട് പ്രത്യേകിച്ചും കമ്മട്ടം കാണിക്കാൻ പോകുന്നവര് മേലാൽ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. അപ്പൊ ശരി.